അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ നേതാക്കന്മാരെ, KNM-ൻ്റെയും ISM-ൻ്റെയും MGM-ൻ്റെയും പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്. ISM-ൻ്റെ ധീരമായ കാൽവെപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ പ്രചരണ പരിപാടി. കാലം ഇതുവരെ ഒരു നൂറ്റാണ്ടോളമായി, ഒരു നൂറ്റാണ്ടിൻ്റെ ഏറെയായി മുജാഹിദ് പ്രസ്ഥാനം എന്താണോ ആളുകളോട് പറയുന്നത്, ആ പറയുന്ന കാര്യത്തിൽ പുതിയതായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആദർശപരമായ വ്യതിയാനങ്ങൾക്കെതിരെയും വിശ്വാസപരമായ വൈകല്യങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അതിശക്തമായി നിലകൊള്ളേണ്ടതിൻ്റെ, ആവർത്തിച്ച് പറയേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് തൗഹീദ്, എന്തുകൊണ്ട് ശിർക്ക് പാടില്ല എന്ന് പറയുന്നു? നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ ഖുത്തിൽത ഔ ഹുർരിഖ്ത, നീ കൊല ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാലും, നിന്നെ ചുട്ട് കൊല്ലുമെന്ന് പറഞ്ഞാലും, ലാ തുശ്രിക് ബില്ലാ വലാ തത്രിക് സ്വലാ, നീ അള്ളാഹുവിൽ ശിർക്ക് വെക്കുകയോ നമസ്കാരം ഉപേക്ഷിക്കുകയോ ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ഇത് രണ്ടും ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ അയാളുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിന് മാത്രമായി ചെയ്യുന്നൊരു ഇബാദത്ത്, അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ അയാൾ അള്ളാഹുവിനോട് ഓരോ റക്അത്തിലും പറയുന്ന വാക്ക് മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പ്രതിഫലം നൽകുന്ന നാളിൻ്റെ നാഥ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഈ നമസ്കാരം ഒരു കാരണവശാലും നീ ഉപേക്ഷിക്കരുത്. റസൂലുള്ളാഹ് അതിനുപയോഗിച്ച വാക്ക് ലൗ ഖുത്തിൽത ഔ ഹുർരിഖ്ത, നിന്നെ ചുട്ടുകളയുമെന്ന് പറഞ്ഞാലും, നീ കൊല ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് വിചാരിച്ചാലും നീ നമസ്കാരം ഉപേക്ഷിക്കരുത്. ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും അരുത്, ശിർക്ക് ചെയ്യുകയും അരുത്. ഇത് രണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചു പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ് സ്വലാ ഫമൻ തറക്കഹാ ഫഖദ് കഫറ, നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ല. ശിർക്ക് ചെയ്യുന്നവനെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞ ഒരു വാക്യം, വഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത ലാ യുശ്രിക് ബില്ലാഹി ഷൈആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞത്, എല്ലാ ആളുകളെയും അള്ളാഹു നരകത്തിൽ, വിശ്വാസികളായ ആളുകളിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പോയ മുഴുവൻ ആളുകളെയും, തൗബ ചെയ്യാതെ ലോകത്തോട് വിട പറഞ്ഞ എല്ലാ ആളുകളെയും, അള്ളാഹുവിൻ്റെ വിശേഷമായ കാരുണ്യത്തിന് വിധേയമാവാത്ത എല്ലാ ആളുകളെയും നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരുടെയും പാപങ്ങളുടെ കണക്കനുസരിച്ച്, തോതനുസരിച്ച് അവരുടെ ശിക്ഷകൾ കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ശിക്ഷക്കർഹരായ ഒരാളും ആ നരകത്തിൽ ഉണ്ടാവാൻ പാടില്ല. വമല്ലാഹു ബിളല്ലാമിൽ അബീദ്, അള്ളാഹു തൻ്റെ അടിമകളോട് ഒട്ടും അനീതി കാണിക്കുന്നവനല്ല. അതുകൊണ്ട് അവരവരുടെ കുറ്റങ്ങൾക്ക്, തെറ്റുകൾക്ക് പാകമായ ശിക്ഷ കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് വരേണ്ടതുണ്ട്, അല്ല നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടേണ്ടതുണ്ട്. സഹാബത്ത് ചോദിച്ചോ, റസൂലുള്ളാഹ് മൻഹും യാ റസൂലുള്ളാഹ്, നരകത്തിൽ നിന്ന് കരകയറി വരുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ആ വിഭാഗം ആരാണ്? പ്രവാചക തിരുമേനി അതിന് കൊടുക്കുന്ന വിശദീകരണം, വഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത ലാ യുശ്രിക് ബില്ലാഹി ഷൈആ, അല്ലാഹു ഉദ്ദേശിച്ചാൽ പരലോകത്ത്
നരകത്തിൽ നിന്ന് കരകയറി വരുന്ന വിഭാഗം ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയ മനുഷ്യരാണ്. ഇത് ഒരു മുവഹിദിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആനന്ദം കൊടുക്കുന്ന കാര്യമാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നിങ്ങൾ ആലോചിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, ദുനിയാവിൽ നിങ്ങൾ വിജയിക്കും, പരലോകത്തും നിങ്ങൾ വിജയിക്കും. ഒരാളുടെ ജീവിതം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ ലില്ലാഹ്, നിഷ്കളങ്കമായി അല്ലാഹുവിന് വേണ്ടി ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്ത് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശനമുണ്ട്. ഇതൊരു വെറുതെ പറയുന്ന വാക്കല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ ഈ ഇരിക്കുന്ന സദസ്സിൽ രണ്ടാളുകൾ നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്നു. അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനും വന്ന ആളുകളാണ്. അവർ വ്യഭിചരിച്ചിരുന്നു, അവർ കള്ളുകുടിച്ചിരുന്നു, അവരെ സ്വന്തം മാതാപിതാക്കളെ മർദ്ദിച്ചിരുന്നു. വൃത്തികേടുകളുടെ എല്ലാ വാതിലുകളിലൂടെയും എല്ലാ കരിപുരണ്ട മാർഗത്തിലൂടെയും അവർ സഞ്ചരിച്ചവരായിരുന്നു. അവർ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നമ്മൾ അവർക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യത്തെ വാക്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല, നിങ്ങളെ പടച്ചതാരാണ്? അവരൊന്നിച്ചു പറയുന്നു, ഞങ്ങളെ പടച്ചത് ദൈവമാണ്. നിങ്ങൾക്ക് ആകാശവും ഭൂമിയും ഒക്കെ നൽകിയതാരാണ്? അവര് പറയുന്നു, പടച്ചവനാണ്. അവരോട് ചോദിക്കൂ, നിങ്ങൾക്ക് വെള്ളം നൽകുന്നവൻ ആരാണ്? പടച്ചവനാണ്. നിങ്ങൾക്ക് മക്കളെ നൽകിയത് ആരാണ്? പടച്ചവനാണ്. നിങ്ങളൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരല്ലേ? അതെ, ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളെ മരിപ്പിക്കുന്നത് ആരാണ്? അതും ദൈവമാണ് എന്നവർ സമ്മതിക്കുന്നു. സ്വാഭാവികമായി നമ്മൾ അവിടെ ഒരു പറയേണ്ടത്, എങ്കിൽ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയേണ്ടതേ ഉള്ളൂ. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് സമ്മതിച്ചാൽ, വിശ്വസിച്ചാൽ നിങ്ങൾ മുസ്ലിമാകുമെന്നാണ് പറയേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. അവരോട് നമ്മൾ പറയുന്നത്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറയണം. പറഞ്ഞാൽ പോരാ, നിങ്ങളത് മനസ്സിലുറപ്പിക്കുകയും നാവുകൊണ്ട് വെളിവാക്കി പറയുകയും വേണം. അതിന് സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അത് പറയാതെ ഈ സമ്മേളന വേദിയിൽ നിന്ന് അവരിറങ്ങിപ്പോയാൽ അവരൊരിക്കലും ഇസ്ലാമിന്റെ മാർഗം സ്വീകരിച്ചവരല്ല. പടച്ചവനെ സമ്മതിച്ച അബൂജഹലും ഇവരും തമ്മിൽ വ്യത്യാസമില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച അബൂജഹലും ഇവരും തമ്മിൽ വ്യത്യാസമില്ല. അള്ളാഹുവിന് നേർച്ചകളും വഴിപാടുകളും ചെയ്ത അബൂജഹലും ഇവരും തമ്മിൽ വ്യത്യാസമില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച അബൂജഹലും ഇവരും തമ്മിൽ വ്യത്യാസമില്ല. ഈ വ്യത്യാസം വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വാക്കിലാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് മാത്രമല്ല, അള്ളാഹു അല്ലാതെ ഒരാരാധ്യനില്ല എന്ന് അവർ സമ്മതിക്കുകയും അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും ചെയ്തതിന് ശേഷം ഈ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ തിരിച്ചു പോകുന്ന വഴി മധ്യേ ഈ സമ്മേളന ഹാള് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ദാരുണമായ ഒരു അപകടത്തിൽപ്പെട്ട് അവരെന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ ഓർക്കുക, ഇസ്ലാമിക നിയമപ്രകാരം അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്. അവർ നമസ്കരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു നന്മയും അവർ പ്രകടമായി ചെയ്തിട്ടില്ല. അവര് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു നന്മയുടെ കണിക പോലും ചെയ്തു വെച്ചിട്ടില്ല. സെക്കൻഡുകൾ കൊണ്ട് കലിമ ചൊല്ലി, സെക്കൻഡുകൾ കൊണ്ട് ഈ ദുനിയാവ് വിട്ടുപിരിഞ്ഞ അവരെ സംബന്ധിച്ച് ദഖലൽ ജന്ന, അവർ സ്വർഗത്തിലാണ് കടന്നു പോകുന്നത്. അത്ര കരുത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത്ര കരുത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ പോയാൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന പടച്ചവനോട് കൂടെ, അല്ലാഹുവിനോട് കൂടെ, അല്ലാഹുവിന്റെ കൂടെ അല്ലാഹു അല്ലാത്ത, അത് നബിമാരാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ശുഹദാക്കളാവട്ടെ, സ്വാലിഹികളാവട്ടെ, ആരെയും ആരാധിച്ചു കൊള്ളട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമാവട്ടെ, അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരാൾ, ആ ആളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അയാള് ആ നാട്ടിൽ തലയെടുപ്പുള്ള നേതാവാണ്. ഒരു തിന്മയും അയാൾ ചെയ്യുന്നില്ല.
അയാൾ 5 നേരവും മാത്രമല്ല ഓരോ നമസ്കാരത്തിന്റെയും കൂടെയുള്ള എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും അയാൾ ആചരിക്കുന്നു, എല്ലാ നോമ്പും അയാൾ എടുക്കുന്നു. അയാളുടെ കൈകൾക്ക് യാതൊരു പൂട്ടം വെച്ചിട്ടില്ല, ആരും ചെങ്ങലക്കിട്ടിട്ടില്ല, അത് തുറന്നു കിടക്കുന്ന കൈകളാണ്. അയാളുടെ വീട്ടിലേക്ക് ആർക്കും സഹായത്തിന് ചെല്ലാം, എല്ലാ വാതിലുകളും അയാൾ തുറന്നിട്ടിരിക്കുന്നു. അയാൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിന്നാൽ അതിനെതിരെ നിൽക്കാൻ അവിടെ ഒരു പ്രതിപക്ഷമില്ലാത്ത വിധം അതിമാന്യനായ, ഏറ്റവും മൂല്യമുള്ള, എല്ലാ കാര്യത്തിലും എ ഗ്രേഡ് ഉള്ള ഒരു മനുഷ്യനാണ് എന്ന് സങ്കല്പിച്ചു നോക്കുക. അയാൾ ചെയ്യാത്ത നന്മകളില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഈ നന്മകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അയാൾ അല്ലാഹുവേ എന്ന് വിളിക്കുന്നത് പോലെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട്, മുഹിയുദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിക്കുന്നുണ്ട്, CM മടവൂരെ എന്ന് വിളിക്കുന്നുണ്ട്, മമ്പറത്തെ തങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട്, മരിച്ചുപോയ മഹാന്മാരായ അമ്പിയാക്കന്മാരെ എന്ന് തേടുന്നുണ്ട്, തങ്ങളെ എന്ന് റസൂലുള്ളാഹിയെ വിളിക്കുന്നുണ്ട്. ആ പ്രവാചകനോട് സങ്കടം പറയുന്നുണ്ട്, നബിമാരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, ഈസാ നബി ഇസ്ലാമിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. ആലോചിക്കണം, എല്ലാ ലക്ഷണവും ഒത്ത ഒരാൾ അയാള് ഈ പറയുന്നത് പോലെ ശിർക്കിന്റെ വിശ്വാസം വരുന്ന, ശിർക്കുമായി ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനം നടത്തിയാൽ, ഒരു പ്രാർത്ഥന നടത്തിയാൽ അയാൾക്ക് വരാവുന്ന ദുരന്തം അതാണ്. റസൂലുള്ളാഹി പറഞ്ഞ വചനം ആദ്യമായി നമ്മൾ പറഞ്ഞത്, ഒരു കാരണവശാലും കൊല ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാലും നീ ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. എല്ലാ നന്മകളെയും ഇല്ലാതാക്കി കളയുന്ന, എല്ലാ പുണ്യങ്ങളെയും നിഷ്ഫലമാക്കി കളയുന്ന, എല്ലാ നന്മകളുടെ വാതിലുകളും ഒന്നടങ്കം അടച്ചു കളയുന്ന, മരണപ്പെട്ടതിന് ശേഷം ഒരു നന്മയുടെ തരിമ്പ് പോലുമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ലോകത്തിൽ ഒരു പാപമുണ്ടെങ്കിൽ ആ പാപത്തിന്റെ പേരാണ് ശിർക്ക് എന്നത്. അതിനാലാണ് അള്ളാഹു പറഞ്ഞത്, ഇത് മുഹമ്മദേ നീ ആളുകളോട് പറഞ്ഞ ഒരു പുതിയ കാര്യമല്ല, നീ ആയിട്ട് പറയുന്ന പുതിയ ഒരു സംഭവമല്ല. എല്ലാ നബിമാരും 19ഓളം നബിമാരുടെ പേരുകൾ ഇങ്ങനെ വരിക്ക് പറഞ്ഞ്, ആ പ്രവാചകന്മാരുടെ അപദാനങ്ങൾ പറഞ്ഞ് വിശുദ്ധ ഖുർആൻ അത് അവസാനിപ്പിക്കുന്നത് ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, ആ നബിമാരെ എല്ലാവരെയും അല്ലാഹു സന്മാർഗത്തിലാക്കിയ നബിമാരാണ്. ഫബിഹുദാഹും ഇഖ്തദി, അവരുടെ മാർഗമാണ് നീ പിൻപറ്റേണ്ടത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, വിശ്വാസികളെ നിങ്ങൾ ശരിക്ക് കേൾക്കേണ്ടതുണ്ട്. അവിടെ അല്ലാഹു ആ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ആ നബിമാരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകുമായിരുന്നു. ഓർക്കുക, നബിമാര് മുഴുവൻ പറഞ്ഞ ഒരൊറ്റ വിഷയമുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന വിഷയമാണ്, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കരുത് എന്ന വിഷയമാണ്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പോലും പൊളിഞ്ഞു പോകുമെന്ന് അവരോട് പറഞ്ഞ് അല്ലാഹു തആല ഈ വാക്ക് പറഞ്ഞത് ആരോടാണ്? റസൂലുള്ളാഹിയോട്. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞത് ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, പ്രവാചകരെ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും, എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കളായി തീരുകയും ചെയ്യും. ആലോചിക്കണം, അള്ളാഹുവിന്റെ റസൂലിനോടാണ് അള്ളാഹു ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണത്? അതാണ് തൗഹീദിന്റെ മഹത്വം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, മനസ്സിലേക്ക് കൊണ്ടുവന്ന, എന്നാൽ ഒരു നന്മ പോലും ചെയ്യാൻ ആയുസ് ലഭിക്കാത്ത ആളുകൾ സ്വർഗത്തിൽ പോകുന്നു. അവസാനത്തെ സമയം എല്ലാ നന്മകളും ചെയ്ത ഒരാൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനായി മാറിയാൽ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നവനായി മാറിയാൽ, അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നവനായി മാറിയാൽ, അയാൾ എത്ര വലിയ പണ്ഡിതനായാലും, അയാൾ എത്ര വലിയ ആലിമായാലും, അയാൾ എത്ര വലിയ ഹോജയായാലും, അയാളുടെ ഇരിപ്പിടം നരകത്തിലാണ് എന്ന് പറഞ്ഞത് അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളാണ്. അതാണ് ലോകത്തിലെ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞത്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം 1 നൂറ്റാണ്ടിന്റെ മേലെയായി കേരളത്തിലുടനീളം ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ, ഓരോ വീടുകളിലും കയറിയിറങ്ങി പണ്ഡിതന്മാരുടെ
ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ, കഴിഞ്ഞുപോയ 10,000-കണക്കിന് പണ്ഡിതന്മാരുടെ ഉജ്ജ്വലമായ ഒരു പടയോട്ടം കടന്നുപോയ ഈ കേരളക്കരയിൽ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ലക്ഷോപലക്ഷം കുടുംബങ്ങൾ കയറി വന്നത്? ഈ വാക്കിന്റെ കരുത്താണത്, ഖുർആനിന്റെ കരുത്താണത്. ഈ ഖുർആനിന്റെ കരുത്താണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്, മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആശയം ഇതാണ്: ജനങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരുടെ കാലശേഷവും ആ പ്രവാചകന്മാരുടെ പിൻഗാമികൾക്ക് ആശയ വ്യതിയാനം വന്നിട്ടുണ്ട്, ആശയത്തിലുള്ള തകരാറുകൾ വന്നിട്ടുണ്ട്. ആലോചിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ആദം നബിയുടെ മക്കളുടെ മക്കളാണ് വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും ആരാധിച്ചു തുടങ്ങിയത്. അവരെ ആരാധിച്ചു തുടങ്ങിയ ആ ആളുകളുടെ പിൻഗാമികളിലേക്ക് അല്ലാഹു തആല നോഹ് നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചു. കൊലപാതകം നടന്നു, തെറ്റുകുറ്റങ്ങൾ നടന്നു, പോരായ്മകൾ ഉണ്ടായി, പരസ്പരം വിമർശിക്കുന്നവരുണ്ടായി, പരസ്പരം അസൂയ വെക്കുന്നവരുണ്ടായി. അള്ളാഹു പ്രവാചകനെ പറഞ്ഞയച്ചില്ല. ശിർക്ക് സംഭവിച്ചു. വദ്ദിനെ ആരാധിക്കുന്ന, സുവാഇനെ ആരാധിക്കുന്ന ആളുകളെ ആരാധിക്കുന്നവരുണ്ടായപ്പോ നോഹ് നബി അലൈഹി ഇസ്ലാം കടന്നു വന്നു. ആ നോഹ് നബി അലൈഹി ഇസ്ലാം ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ജനങ്ങളെ, നിങ്ങൾക്കൊരേ ഒരു ആരാധനയുള്ളൂ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. നോഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷം പ്രബോധനം നടത്തി. എന്തുണ്ടായി എന്ന് നമ്മൾക്കറിയാം. ഞാൻ ചരിത്രം പറയുകയല്ല. അവസാനത്തെ ആളെയടക്കം ഈ ലോകത്ത് അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ ആളുകളെയും അദ്ദേഹം തൗഹീദിലേക്ക് വിളിച്ചു. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോ അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. പടച്ചവനെ, ഇത്ര വൃത്തികെട്ട ശിർക്ക് ചെയ്യുന്ന ഈ അധർമ്മികളെ ഇനി ഭൂമിയിൽ നീ ബാക്കി വെച്ചാൽ ഇവര് ജനിപ്പിച്ചുണ്ടാക്കുന്ന മുഴുവൻ ആളുകളും വഴിപടച്ചു പോകും. അങ്ങനെ ആ സമൂഹത്തിൽ നശിപ്പിക്കപ്പെടുന്നു. വിശ്വാസികളായ ഏതാനും ആളുകൾ കപ്പലിലേക്ക് കയറി. ആ കപ്പലിൽ നിന്നിറങ്ങിയ ആളുകൾക്ക് വീണ്ടും മക്കളുണ്ടായി, തലമുറകളുണ്ടായി. ഓരോ തലമുറകളിലേക്കും പ്രവാചകന്മാർ വന്നത് എന്തുകൊണ്ടാണ്? ആ തലമുറകളെല്ലാം ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആശയത്തിൽ നിന്ന് വഴിമാറി നടന്നതാണ്. അവസാനം റസൂലുള്ള വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിൽ കയറി കാണുന്ന വിഗ്രഹം ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വിഗ്രഹമാണ്. വിഗ്രഹങ്ങളെ കൊത്തിയെടുത്ത, ബിംബാരാധനയെ തച്ചുടച്ച, വാപ്പയുടെയും മകന്റെയും വിഗ്രഹം കഅബാലയത്തിൽ സ്ഥാപിച്ചത് അറബികളാണ്. ആ അറബികളോട് റസൂലുള്ള പറഞ്ഞത്, ജനങ്ങളെ, അദ്ഉകും ഇലാ ഇബാദത്തില്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദ് വഅദ്ഉകും ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. ജനങ്ങളെ, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹുവല്ലാത്ത പടപ്പുകളിൽ നിന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, ശരിക്ക് കേൾക്കണം, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്, അല്ലാഹുവല്ലാത്ത ഔലിയാക്കന്മാരിൽ നിന്ന് അല്ലാഹുവാകുന്ന വലിയിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് അതിലെ നെടുനായകത്വം വഹിച്ചിരുന്ന ഖുറൈശി മൂപ്പന്മാര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റസൂലുള്ള ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോ ആകാശവും ഭൂമിയും കരഞ്ഞു എന്നതൊരു ഭംഗിവാക്കാണെങ്കിൽ അറേബ്യയിലെ മുഴുവൻ ആളുകളും കരയാൻ മാത്രം പ്രവാചകന്റെ കൂടെ മുവഹിദുകളായ ആളുകൾ ഉണ്ടായി. പക്ഷേ അവിടുന്ന് തന്റെ അവസാനത്തെ സമയത്ത് റസൂലുള്ള പറഞ്ഞൊരു വചനം പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകളിൽ ഒന്ന്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെ, വേദക്കാരെ അല്ലാഹു ശപിക്കാനുണ്ടായ കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി എന്നതാണ്. അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി എന്നതാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത്, ഇന്നി അൻഹാകും അൻഹാ, ഞാൻ നിങ്ങളോടത് വിരോധിക്കുന്നു. ഉലൈക ശിറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നവരാണ് ഏറ്റവും കുരുത്തം കെട്ട, ഏറ്റവും ദുഷ്ടന്മാരായ ജനത. ഇത് പറഞ്ഞ്
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? ലതത്തബിഉന്ന സുനന മൻ കാന മിൻ ഖബ്ലിക്കും ശിബറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാ. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ പേടിയോടുകൂടി സഹാബത്ത് ചോദിച്ചത്, റസൂലുള്ളാഹ് അത് ജൂതന്മാരാണോ വേദക്കാരാണോ? റസൂലുള്ള ചോദിച്ചത് സുമ്മമൻ, പിന്നെ ആരെയാണ് നിങ്ങൾ പിൻപറ്റുക? മുസ്ലിം സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മമാരെ, മുസ്ലിം ഉപ്പമാരെ, ആലോചിച്ചു നോക്കണം. കാണുന്ന ഖബറുകളിലെല്ലാം പൂജകൾ ചെയ്യുന്ന, വഴിപാടുകൾ ചെയ്യുന്ന, അവിടെ നമസ്കരിക്കുന്ന, അവിടെ സുജൂദ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ആരാധനകളും ഈ ജാറത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന, ആഴ്ചകൾ തോറും അങ്ങോട്ട് സിയാറത്ത് ടൂർ നടത്തുന്ന മുസ്ലിം ഉമ്മത്തെ ആലോചിക്കുക. അള്ളാഹുവിന്റെ കോപം വാങ്ങിയ ആ പാപമാണ് മുസ്ലിങ്ങളെ ചെയ്യുന്നതെന്ന് പറയാൻ കേരളത്തിലൊരേ ഒരു പ്രസ്ഥാനമേയുള്ളൂ. കേരളത്തിലൊരേ ഒരു പ്രസ്ഥാനമേയുള്ളൂ. അതിന്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ യുവജന ഘടകം ഇത് സംഘടിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ്. എന്താ കാരണം? അത് ശിർക്കാണ്. റസൂലുള്ള പറഞ്ഞത് അത് ശിർക്കാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അള്ളാഹുവിന്റെ ശാപം കിട്ടാൻ കാരണം അതാണ്. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മളെ കുറിച്ചാണ്, മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇത് പറഞ്ഞാൽ പോരെ സഹോദരങ്ങളെ? നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കേണമേ. ഇത് പറഞ്ഞാൽ മതിയല്ലോ, പോരാ എന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. പടച്ചവൻ പറഞ്ഞു ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കരുത്, വഴിപിഴച്ചു പോയ വേദക്കാരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കരുത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? റസൂലുള്ള പറഞ്ഞു അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന്. അത് അക്ഷരം പ്രതി മുസ്ലിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, മരണപ്പെട്ടു പോയ സാധുവായൊരു മനുഷ്യനാണ് മടവൂരിലെ ഷെയ്ഖ്. അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല, പാവമല്ല, അറിവില്ലാത്തവരല്ല, പടു ആലിമകളാണ്, വലിയ വലിയ പണ്ഡിത പ്രഭുക്കന്മാരാണ്. അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത്. ആലോചിക്കണം എവിടേക്കാണ് ഈ സമൂഹം എത്തിപ്പോയത് എന്ന്. അതുകൊണ്ടാണ് ഈ സമൂഹം ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. ഇത് റസൂലുള്ള പറഞ്ഞത് മൂസാ നബിയുടെ ജനത, മൂസാ നബിയുടെ കാലത്ത് രണ്ട് നബിമാർ ജീവിച്ചിരിക്കെ ആ നബിമാരുടെ സാന്നിധ്യത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി വന്ന ജനത അല്ലാഹുവല്ലാത്ത പശുക്കളെ ആരാധിക്കുന്നതിലേക്ക് പോയത് ചരിത്രമായി റസൂലുള്ള പറഞ്ഞിട്ടാണ് ഈ വാക്ക് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ പിന്തുടരുക തന്നെ ചെയ്യും. മുജാഹിദുകൾ പറയുന്നത്, സഹോദരങ്ങളെ, ഒരുപാട് ആയത്തുകൾ, അതിന്റെ വിശദാംശം ഇവിടെ മഗ്‌രിബിന് ശേഷം നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് ആയത്തുകൾ നമ്മുടെ സമൂഹത്തില് നമസ്കാരത്തെ കുറിച്ചുള്ള ആയത്തുകൾ കേൾക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹജ്ജിനെ കുറിച്ചുള്ള ആയത്തുകൾ പറയുന്നുണ്ട്, നോമ്പിനെ കുറിച്ചുള്ള ആയത്തുകൾ പറയുന്നുണ്ട്, കള്ളിനെ കുറിച്ചുള്ള ആയത്തുകൾ പറയുന്നുണ്ട്. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് പറയുന്ന നൂറുകണക്കിന് ആയത്തുകളിൽ ഒരായത്ത് പോലും ഈ സമൂഹം കേട്ടിട്ടില്ല, ഒരായത്ത് പോലും കേട്ടിട്ടില്ല, ഒരു ഹദീത്ത് പോലും കേട്ടിട്ടില്ല, അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാനൊരായത്ത് പറയാം. ഇൻതദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും വലാ യുനബ്ബിഉക മിത്ലു ഖബീർ. അല്ലാഹുവല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്തു നോക്കൂ, അവർ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. അതിന്റെ അവസാന വാക്ക്, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുമെന്നാണ്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന ഈ ആയത്ത് ഈ സമൂഹം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ.
ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്ന ആയത്ത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ കേട്ടിട്ടില്ല, അവരെ കേൾപ്പിച്ചിട്ടില്ല. അതിന്റെ ബാക്കി വൈദാ ഹുശ്റന്നാസു, നാളെ പരലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ആ ആളുകളിൽ ഈസാ നബിയുണ്ട്, റസൂലുള്ളയുണ്ട്, മഹാത്മാക്കളുണ്ട്, ശൈഖമാരുണ്ട്, ശുഹദാക്കളുണ്ട്. അവര് നമ്മളെ തള്ളിപ്പറയുമെന്ന്, അവർ നമ്മളെ നിഷേധിക്കുമെന്ന്, അവർ നമ്മളെ ആട്ടുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഈ കാര്യം ഈ സമൂഹം കേട്ടിട്ടുണ്ടോ? സഹോദരങ്ങളെ, നമസ്കാരത്തെ പറ്റി പറയുന്ന അതേ ആളുകൾ ഈ ആയത്തെന്തേ കേൾപ്പിക്കാത്തത്, പറഞ്ഞു കൊടുക്കാത്തത്? അതുകൊണ്ടാണ് മുജാഹിദുകൾ ഇത് പറയേണ്ടി വരുന്നത്. അതിന്റെ ദാരുണമായ അവസ്ഥ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്, അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യുന്നത്, അല്ലാഹുവല്ലാത്തവർക്ക് ആരാധനകളുടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കൊടിയ പാപമാണ് എന്നത് ഖുർആനിന്റെ അസ്ലിയായ നിയമമാണ്. അത് ചെയ്തു പോകരുത്, ഒരിക്കലും ആ തെറ്റ് ചെയ്തു പോകരുത് എന്ന് പറയുകയാണ് മുജാഹിദുകൾ ഇതുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇത് പറയുന്നത് അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണം വരെയും നമ്മുടെ അവസാനം വരെയും ഈ സന്ദേശം ഏറ്റെടുക്കുകയും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകൾക്ക് പരിസരത്തുള്ളിടത്തേക്ക് നമ്മൾ ഈ സന്ദേശം എത്തിക്കുകയും വേണം. കാരണം റസൂലുള്ള പറഞ്ഞത് നമ്മൾക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾക്കൊക്കെ അറിയാം. ഓരോരുത്തരെ വിചാരണ കഴിയുമ്പോൾ ഓരോ സമയത്ത് നന്മകൾ തൂക്കി നോക്കുന്നിടത്ത്, തുലാസിൻ തൂക്കി നോക്കുന്നിടത്ത്, കർമ്മങ്ങൾ കിതാബ് കൈമാറുന്നിടത്ത് ഇവിടെയൊക്കെ റസൂലുള്ള ഉണ്ടാവും. അന്ന് ആലോചിക്കണം, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീത്താണ്. ആ സമയത്ത് നമ്മൾ പറയുമത്രേ റസൂലുള്ളയോട്, അള്ളാന്റെ റസൂലേ എന്നെ സഹായിക്കണം, മഹ്ശറയിൽ വെച്ച് നരകത്തിലേക്ക് പോകുമെന്നുറപ്പായ ഇടത് കൈയിൽ രേഖ കിട്ടിയ തിന്മയുടെ തുലാസ് കനം തൂങ്ങിയ ആളുകൾ പറയും, നിങ്ങള് ഞങ്ങളെ രക്ഷിക്കണേ റസൂലുള്ളാ, ഇസ്തിഗാഥ നടത്തുന്നു, അള്ളാന്റെ റസൂലേ എന്നെ സഹായിക്കണം. ആ സമയത്ത് റസൂലുള്ള പറയുന്ന വാക്ക്, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല എന്ന് ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ദുനിയാവിൽ വെച്ച് നിങ്ങളെ ഞാൻ ഇങ്ങനെ കണ്ടുമുട്ടരുത് എന്ന് പറഞ്ഞതാണ്. ഈ ഒരു ദാരുണമായ അന്ത്യം മുസ്ലിം സഹോദരങ്ങൾക്കുണ്ടായിക്കൂടാ. അതുണ്ടാകരുത് എന്ന ആത്മാർത്ഥത കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് ഈ സന്ദേശം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇവിടെയുള്ള നൂറുകണക്കിന് വീടുകളിൽ ISMന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ കയറിയിറങ്ങിയത് ഒരു വോട്ടിന് വേണ്ടിയല്ല, ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും സ്ഥാനം പിടിച്ചു പറ്റാനല്ല, അള്ളാഹുവിന്റെ തൗഹീദ് കേൾപ്പിച്ചല്ലോ എന്ന സമാധാനത്തിന് വേണ്ടിയാണ്. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പരിസരത്ത് കേൾക്കുന്ന ഏതൊരാളും ഇതിനെക്കുറിച്ച് ആലോചിക്കുക. അവസാനിപ്പിക്കുന്നു, റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ആദ്യം നമ്മൾ കേൾക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറുപ്പത്തില്, അതിനുശേഷം മരണപ്പെടുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾപ്പിച്ചു പോകുമ്പോ ഓർക്കുക, ഇതിന്റെ മഹത്വം. അത് അംഗീകരിക്കാത്തവരാൾക്ക് സ്വർഗമില്ല. അത് അംഗീകരിക്കുന്ന ഒരാൾ എന്നെങ്കിലും നരകത്തിൽ നിന്നെങ്കിലും കരകയറി സ്വർഗത്തിൽ വരുന്ന ഏറ്റവും പുണ്യകരമായ അഫ്ളലുദ്ദിക്റാണത്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്കിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. റഹ്മാനായ റബ്ബ്, നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഈ പാപം ചെയ്തു പോയ മനുഷ്യന്മാരുണ്ട്. അവരറിയാത്തത് കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ മനസ്സമാധാനം കൊള്ളുന്നു. പക്ഷേ ഇതെത്തിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അള്ളാഹു സഹായിക്കട്ടെ. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. റഹ്മാനും റഹീമുമായ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. കഠിനമായ നരകശിക്ഷയിൽ നിന്നും അവൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതവസരത്തിൽ എവിടെ വെച്ച് മരണം പിടികൂടിയാലും കലിമത്ത് തൗഹീദോടുകൂടെ മരണപ്പെട്ടു പോകുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ, വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും
അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.